CMA ഈ പി മുരളീധരൻ വീണ്ടും ഈ കാര്യം കേന്ദ്രവുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല നമ്മളിത് കൊടുത്തല്ലെങ്കിൽ ആവർത്തിക്കുമ്പോൾ ആന എന്നവരെ നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി സാധ്യമാണോ? അല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ വന്ന ഒരു മാറ്റം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിൽ നിന്ന് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും, BJP ഇല്ല, എല്ലാ എംപിമാരും ഒന്നിച്ചാണ് പോയി കേന്ദ്രത്തെ സമീപിച്ചത്. അതൊരു നല്ല തുടക്കമാണ്, നല്ല നീക്കമാണ്. പക്ഷേ അതിനാണ് തീർത്തും തെറ്റായ മറുപടി നൽകിയത്. ആ മറുപടി വിശദമായി ഗണ്ണിച്ചുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ബന്ധപ്പെടും. കാരണം നമുക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കല്ലേ. സംസ്ഥാനത്തിൻ്റെ താല്പര്യം എപ്പോഴും കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെക്കണ്ടേ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് നിങ്ങൾ സ്വീകരിച്ച സമീപനം ശരിയല്ല, ഇത് ഇന്ന കാരണങ്ങളാൽ തെറ്റാണ്, ഞങ്ങൾക്ക് സഹായം ലഭ്യമാകേണ്ടതാണ് എന്ന് തുടർന്നും ആവശ്യപ്പെടുന്ന നില സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ സർവകക്ഷി യോഗത്തെ ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യമുണ്ടോ? അതായത് കേന്ദ്രത്തിന്റെ ഒരു സമീപനം എന്തായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണോ പി മുരളീധരൻ നൽകാൻ ശ്രമിക്കുന്നത്? എന്താ പ്രസ്താവന? അതാണ് ഞാൻ പറഞ്ഞത്. അതെ അല്ല, അതിനെയാണല്ലോ ദേശീയ തലത്തിൽ തന്നെ വലിയ ദുരന്തമായിട്ട് കണ്ടത്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന് പകരം അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞൊരു ഭാഗം. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ആ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ സർവകക്ഷി യോഗം പോലുള്ള എന്തെങ്കിലും അടുത്ത ഇതിനെതിരെയുള്ളൊരു ചെറുത്തുനിൽപ്പ് വേണമല്ലോ എന്തായാലും, രാഷ്ട്രീയമായ ഒരു വിവേചനം. അതൊക്കെ പിന്നീടും ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതൊരു നമുക്ക് സ്വാഭാവികമായിട്ടും ആലോചിക്കാം. മറ്റൊരു കാര്യം, ഈ ഹൈക്കോടതിയിലെ അല്ല, നമുക്ക് എല്ലാ വഴികളും നമ്മൾ സ്വീകരിക്കണമല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗം ഒരു സർക്കാർ എന്ന നിലക്ക് കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ മനോഭാവം ഇത് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ച് ഇനി നിങ്ങളോട് ഇനിയും ഉണ്ടില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയില്ലല്ലോ. സംസ്ഥാന സർക്കാർ തുറന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുകയും ചെയ്യും. കോടതിയിൽ കൈകാര്യം ചെയ്ത വീഴ്ചയല്ല. കോടതിയിൽ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കറ്റിന് അപ്പോൾ കയ്യിലുള്ള വിവരങ്ങളാണല്ലോ പറയാൻ കഴിയുക. വിവിധ വകുപ്പുകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ച് കൊടുക്കേണ്ട മറുപടി ഒറ്റ ക്ലിക്കിൽ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനാണ് കാലതാമസം വന്നത്. അതുകൊണ്ടാണ് സമയം ചോദിച്ചത്. തരില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഇന്നെൻ്റെ കയ്യിലില്ല, ഇത്ര ദിവസം വേണം, കുറച്ച് ദിവസം വേണം, അതിനൊരു സാവകാശം വേണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് കൊടുക്കാൻ സർക്കാർ എപ്പോഴും ബാധ്യസ്ഥയല്ലേ. ഹൈക്കോടതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വന്നാൽ അത് കൊടുക്കാൻ എപ്പോഴും സർക്കാർ ബാധ്യസ്ഥമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. പകരുന്നല്ലേ കോടതിയുടെ ഈ നടപടികൾ, ഈ ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോഴേ അതും ഒരു പൊതുബോധമായി മാറുകയാണല്ലോ. അങ്ങനെ കാണണ്ട. അത് നമ്മുടെ രണ്ട് തരത്തിലും ആകാം. ഇപ്പോൾ ഒന്ന്, വിവരങ്ങൾ അപ്പം തന്നെ കിട്ടണമെന്ന് കോടതി ആഗ്രഹിക്കുന്നു. വിവരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കോടതിയുടെ ഭാഗമായിട്ടുള്ള ബഹുമാനായ ജസ്റ്റിസിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ മേലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഉടനെ നിങ്ങളത് നമ്മുടെ മാധ്യമങ്ങൾക്കൊരു നല്ല വാർത്ത കിട്ടിയെന്നുള്ള മട്ടിൽ അതൊരു വലിയ വാർത്തയാക്കി മാറ്റുന്നു. യഥാർത്ഥത്തിൽ അവരത് ഉദ്ദേശിച്ചേ ഉണ്ടാവില്ല. അവർ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു കമൻറ്റ് മാത്രമായിരിക്കും. ആ നിലക്കായിരിക്കും അത് വന്നിട്ടുണ്ടാകുക. ആ നിലക്ക് അതിനെടുത്താൽ മതി. അതിനെതിരെ വ്യാപകമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നു. കരാറിൽ നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കേണ്ടതില്ല, നമുക്ക് ഇങ്ങോട്ടാണ് തരേണ്ടത് എന്ന് പറയുന്നത്. ഇതിനകത്ത് വസ്തുത എന്താണ്? എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കാതെ വിടുന്നത്? സ്മാർട്ട് സിറ്റി ഒരു വിഷയമാണല്ലോ. അപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ട്?
കാര്യത്തിൽ ഈ ടീകോം പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ എന്ത് കാരണങ്ങളാണ് അവർ പറഞ്ഞത്? കാരണം അവരുടെ കമ്മിറ്റ്മെൻറ്റ് 10 കൊല്ലം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കണമെന്നായിരുന്നല്ലോ. അവരെന്ത് കാരണമാണ് ഈ സർക്കാർ നൽകിയ കത്തിൽ പറയുന്നത്? അതോടൊപ്പം തന്നെ ഈ ടീകോം ഇത്തരത്തിൽ ഒരു സുതാര്യമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപങ്ങളുമുണ്ട്. കാരണം ഇത് വേണ്ടത്രൊരു അവർ ഇത് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയല്ല പിന്മാറുന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ എന്താണ് പ്രതികരണം? അല്ല, അവിടെ ഒരു ചോദ്യം വന്നു. അവരാണ് തൊഴിൽ കൃത്യമായി നൽകാത്തതും കരാർ വ്യവസ്ഥ പാലിക്കാത്തതും നമ്മൾ അവരുടെ നിന്നും പണം ഈടാക്കാതെ അങ്ങോട്ട് പ്രധാനപ്പെട്ട CM ഇത് വയബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണോ ടീകോം പിന്മാറുന്നു എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഈ കരാറിൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൽ സർക്കാരിന് വ്യക്തതയുണ്ടോ? ശരി, ശരി, ആയില്ലേ? അപ്പം നമ്മൾ അല്ല, ടീകോമിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ എന്തെങ്കിലും വീഴ്ചയോ വിശ്വാസക്കുറവോ അത് സർക്കാരിന് ബോധ്യപ്പെട്ടുകൊണ്ട് കൂടിയാണോ ഇങ്ങനെയൊരു നിലപാട്? ഇവിടെ ആദ്യമേ തന്നെ വ്യക്തമാക്കാനുള്ളത്, സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നും നിന്നുപോവില്ല എന്നുള്ളതാണ്. പല തരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ IT മേഖലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. അതിനുതകും വിധത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞു വിടുക, അങ്ങനെയൊരു സമീപനമല്ല സർക്കാരിനുള്ളത്. ഇവിടെ നാം കാണേണ്ടത്, ഇതൊരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് സംവിധാനമാണ്. ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള ഗവൺമെൻറ് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരുമായി വല്ലാത്തൊരു മോശമായ ബന്ധമല്ല നമുക്ക് ഇതേവരെ ഉള്ളത്. അതേസമയം മലയാളികളോട് വൈകാരികമായി തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശവും ഗവൺമെൻറ്റുമാണ് UAE ഗവൺമെൻറ്റും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.